സ്ട്രോക്ക് ഒരു സമയബന്ധിതമായി ചികിത്സ നേടേണ്ട ഒരു മെഡിക്കൽ എമർജൻസിയാണ്. ഒരു കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ട്രോക്കിന് പല ലക്ഷണങ്ങളുണ്ട്. അതിനെ പറ്റി അറിയുക വളരെ പ്രാധാന്യമാണ്. ബാലൻസ് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു വശത്തേക്ക് മുഖം കൂടിപ്പോവുക, അല്ലെങ്കിൽ കൈകൾക്ക് ബലം ഇല്ലാതാവുക, അല്ലെങ്കിൽ പെട്ടെന്ന് സംസാരിക്കുമ്പോൾ കുഴച്ചിൽ സംഭവിക്കുക, കാഴ്ചയ്ക്ക് മങ്ങലുണ്ടാവുക, ഇതൊക്കെയാണ് ഒരു സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ. സ്ട്രോക്ക് എത്രയും പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് ഒരു ആശുപത്രിയിലേക്ക് എത്തുകയും ഒരു ചികിത്സ നേടുകയും ചെയ്തു കഴിഞ്ഞാൽ നോർമൽ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. സ്ട്രോക്കിൻ്റെ കാരണങ്ങൾ പ്രധാനമായും 2 ടൈപ്പായി തരംതിരിക്കാം. ഒന്ന്, മാറ്റിയെടുക്കാൻ പറ്റുന്ന കാരണങ്ങൾ അഥവാ മോഡിഫൈഡ് ഫാക്ടേഴ്സ്. അതിൽ വരുന്നത് ഹൈ ബ്ലഡ് പ്രഷർ, ഡയബറ്റീസ്, ഉയർന്ന കൊളസ്ട്രോൾ, അമിത ഭാരം അഥവാ ഒബിസിറ്റി, പിന്നെ വ്യായാമക്കുറവ് അഥവാ സെഡന്ററി ലൈഫ്, പിന്നെ കുറേ നേരം ഉള്ള ഇരുത്തം, ലോങ് സിറ്റിംഗ്, പിന്നെ പുവർ ഡയറ്റ്, സ്മോക്കിംഗ്, ആൽക്കഹോളിസം, എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ്, ടെൻഷൻ തുടങ്ങിയൊക്കെയാണ്. അതുപോലെ തന്നെ മാറ്റിയെടുക്കാൻ പറ്റാത്ത കാരണങ്ങൾ അഥവാ നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഏജ് ആണ്. നമ്മുടെ ഏജ് കൂടി വരുന്നതോറും സ്ട്രോക്ക് വരാനുള്ള ചാൻസസ് കൂടി വരുന്നു. രണ്ടാമതായിട്ട് ഫാമിലി ഹിസ്റ്ററി, ജെനറ്റിക്സ്, ഇവയൊക്കെയാണ്. ഒരു അക്യൂട്ട് സ്ട്രോക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വിൻഡോ പീരീഡ്. അതായത് 3 മണിക്കൂർ മുതൽ 4.5 മണിക്കൂർ വരെ. ആ പേഷ്യന്റ് ഏജ് അനുസരിച്ചാണ് ഏത് 3 മണിക്കൂറാണോ 4.5 മണിക്കൂർ വരെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ആ ഒരു വിൻഡോ പീരീഡിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിയാൽ ആ പേഷ്യന്റ് നമുക്ക് ട്രോംബോളൈസിസ് തെറാപ്പി എന്നുള്ള രീതിയിൽ മെഡിക്കൽ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അത് IV, ആൾട്ടിപ്ലേസ്, ടെൻറ്റിപ്ലേസ് തുടങ്ങിയ അഡ്വാൻസ് ആയിട്ടുള്ള മെഡിസിൻസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് മുന്നേടായി നമ്മൾ സ്റ്റോക്ക് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യും, ഷുഗർ ലെവൽ നോക്കും, ഹൈപ്പോഗ്ലൈസീമിയ അല്ലാതെ എൻഷുർ ചെയ്യും. ദെൻ CT or MRI ഇമേജിംഗ് എടുത്തതിന് ശേഷം ഈ ഒരു തെറാപ്പി സ്റ്റാർട്ട് ചെയ്യും. ഈ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്താൽ പേഷ്യന്റ് ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ റിക്കവറി എന്ന് പറയുന്നത് വളരെ വലുതാണ്. സ്ട്രോക്ക് പ്രധാനമായും 2 കാരണങ്ങൾ കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഒന്ന്, തലച്ചോറ് രക്തസ്രാവം ഉണ്ടാകുന്നത് മൂലവും, പിന്നെ മറ്റൊന്ന് തലച്ചോറിലെ രക്തയോട്ടം കുറയുന്നത് മൂലവും. ഈ 2 കാരണങ്ങൾ കണ്ടുപിടിക്കാനായി പ്രാഥമികമായി നമ്മൾ CT സ്കാൻ എടുക്കുകയും കൂടുതൽ വിശദമായ പരിശോധനയ്ക്കായി MRI, CT ആൻജിയോഗ്രാം അല്ലെങ്കിൽ MR ആൻജിയോഗ്രാം എന്നിവയും ഉപയോഗിക്കുന്നു. ഈ ഇമേജിംഗ് വിദ്യകൾ വഴി നമ്മൾക്ക് തലച്ചോറിലെ രക്തസ്രാവത്തിന്റെ വ്യാപ്തി, അതുപോലെ തന്നെ തലച്ചോറിലെ എത്രമാത്രം രക്തയോട്ടം കുറഞ്ഞിട്ടുണ്ട് എന്നിവ മനസ്സിലാക്കുവാനും അതുവഴി പേഷ്യന്റിനെ രക്ഷിക്കാനും ഭാവിയിൽ എന്തുമാത്രം വൈകല്യം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്നും കൂടി മനസ്സിലാക്കുവാൻ സാധിക്കും. അപ്പോൾ ശരിയായ സമയത്ത് ശരിയായ ഇമേജിംഗ് ചെയ്യുകയാണെങ്കിൽ പേഷ്യന്റിനെ രക്ഷിക്കാൻ മാത്രമല്ല നമ്മൾക്ക് ഭാവിയിലെ വൈകല്യങ്ങൾ തടയുവാനും സാധിക്കും.